എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പഴകിയ ഭക്ഷണം പിടിച്ചെടുത്ത സംഭവത്തിൽ കാറ്ററിംഗ് സ്ഥാപനത്തിന് 1 ലക്ഷം രൂപ പിഴയിട്ട് റെയിൽവേ. അന്വേഷണത്തിന് 3 അംഗ സംഘത്തെയും നിയോഗിച്ച് ഉത്തരവിട്ടു. ഹാൻസ് ജോൺ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഹാൻസ്, 1 ലക്ഷം രൂപ പിഴ എന്നുള്ളത് വളരെ കൃത്യമായ ഒരു നടപടി തന്നെയാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, വന്ദേ ഭാരത് എന്ന് പറയുന്ന അഭിമാന സർവീസിന്റെ ഭാഗമായി ഏതു ട്രെയിനിലും ഇത്തരം പഴകിയ ഭക്ഷണങ്ങൾ കൊടുക്കാൻ പാടില്ല. പക്ഷേ വന്ദേ ഭാരത് എന്ന് പറയുന്ന പ്രീമിയം ട്രെയിൻ സെഗ്മെന്റിലാണ് ഈ ഭക്ഷണം ഇവർ വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ബിനിൽ, നമുക്കറിയാവുന്നതുപോലെ ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ എറണാകുളത്തെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ കാറ്ററിംഗ് യൂണിറ്റിൽ നിന്നും ഇത്തരത്തിൽ പഴകിയ ഭക്ഷണം പിടികൂടുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു നടപടിയുമായി IRCTC അല്ലെങ്കിൽ റെയിൽവേ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ റെയിൽവേ നൽകുന്ന വിവരമനുസരിച്ച് ഒരു ഉന്നതതല സമിതിയെ ഇത് അന്വേഷിക്കാനായി നിയോഗിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും തിരുവനന്തപുരത്തെ ഡിവിഷണൽ കൊമേഴ്ഷ്യൽ മാനേജർ, ഹെൽത്ത് ഓഫീസർ, അതിനോടൊപ്പം തന്നെ IRCTCയുടെ ഏരിയ മാനേജർ എന്നിവർ അടങ്ങുന്ന 3 അംഗ സംഘത്തെയാണ് ഈ വിഷയം അന്വേഷിക്കുന്നതിനായി നിയോഗിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ കാറ്ററിംഗ് സർവീസ് ആയിട്ടുള്ള ബൃന്ദാവൻ ഫുഡ് പ്രൊഡക്ട്സ് എന്ന സ്ഥാപനത്തിനാണ് ഇന്ന് കൊച്ചിൻ കോർപ്പറേഷൻ അധികൃതർ പിടികൂടിയത്. ഇവർക്ക് എതിരെ 1 ലക്ഷം രൂപ പിഴ ചുമത്തിയിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ റെയിൽവേ പറയുന്നതനുസരിച്ച് FSSAIയുടെ ലൈസൻസ് ഈ സ്ഥാപനത്തിനുണ്ട്. പക്ഷേ കൊച്ചിൻ കോർപ്പറേഷൻ അധികൃതർ വ്യക്തമാക്കുന്നത് ഈ സ്ഥാപനത്തിന് കൊമേഴ്ഷ്യൽ ലൈസൻസ് ഇല്ലെന്നും അതിനോടൊപ്പം തന്നെ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇല്ലാതെയാണ് ഈ സ്ഥാപനം നിലവിൽ പ്രവർത്തിക്കുന്നതുമാണെന്നാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാത്രക്കാർക്കും അതിനോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ നടപടികളും റെയിൽവേ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നിലവിൽ റെയിൽവേ അധികൃതർ നൽകുന്ന വിവരം. പിന്നിൽ ഓക്കെ, ഹാൻസ് ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പഴകിയ ഭക്ഷണം പിടിച്ചെടുത്ത സംഭവത്തിൽ കാറ്ററിംഗ് സ്ഥാപനത്തിന് 1 ലക്ഷം രൂപ പിഴയിട്ടിരിക്കുകയാണ് റെയിൽവേ. ഈ സ്ഥാപനം നിലവിൽ നഗരസഭ അടച്ചുപൂട്ടിയിരിക്കുകയാണ്.